ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ 150 മോഡൽ. നമുക്ക് വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വണ്ടി നമുക്ക് മൈലേജിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം, വർക്കുകളായിട്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ നമുക്ക് ആ ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. കൂട്ടത്തിലുള്ള ചെയിൻ്റെ ഭാഗം കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യമുണ്ട്. ഈ സർവീസും കൂടിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ചെയിൻ്റെ ഭാഗം നോക്കുമ്പോണ്ടല്ലോ, ചെയിൻ അത്യാവശ്യം വലിച്ചൊരു വിധം എത്തിയിട്ടുണ്ട്. നമുക്കത് ഈ സൈഡൊക്കെ പിടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്താലും ചെറിയ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മാക്സിമം കുറച്ചും കൂടി ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം വേണ്ടി നമുക്ക് ഈ സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് പ്രോബ്ലമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താലും ചെറിയൊരു സൗണ്ട് ഉണ്ടാവും നമുക്ക് കേട്ടോ. സൗണ്ട് ക്ലിയറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് പടി നമുക്ക് മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ് നമ്മൾ ഇതുമ്പോൾ കിടക്കുന്നത്. പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ നമുക്കൊന്ന് ആ തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മളതിൻ്റെ കാർബറേറ്റർ ട്യൂണിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വളരെ കുറവ് മൈലേജ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്കത് ടാക്കോമീറ്ററൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ട്യൂണിങ്ങിൽ നിർത്താം. പുറമേ നിന്ന് നമുക്ക് ചെയ്യുന്ന വർക്കുകൾക്കൊരു പരിധിയുണ്ട്. കാരണം വെച്ചാൽ എൻജിൻ ഹെഡിൽ കാർബണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലാണ്. വാൽവിൻ്റെ സീറ്റിംഗ് വന്ന ഭാഗത്ത് കരി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കംപ്രഷൻ ലീക്കേജ് വരും. കംപ്രഷൻ ലീക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മൈലേജിനൊക്കെ ഡയറക്റ്റ് ബാധിക്കും. മൈലേജ് കുറയാനായിട്ട് അത് മാത്രമൊന്നുമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന മാക്സിമം എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിടാം. അതിന് ശേഷം നമുക്ക് ട്യൂണിങ് കറക്റ്റ് ചെയ്യാം. വീണ്ടും മൈലേജ് കുറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് അഴിച്ച് ചെയ്യേണ്ടതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് 30,000 കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് 52,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. പിന്നെ വണ്ടിയുടെ എൻജിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ ചില സമയങ്ങളിൽ ഒരു ചിലമ്പൽ സൗണ്ട് പോലെ തന്നെ ഉണ്ട്. അത് സാധാരണ ഈ ഒരു ടെൻഷനറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരാറ്. പക്ഷേ ഇതും ഇരിക്കുന്നത് ടെൻഷനർ പുതിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഇത് പുതിയത് വെച്ചിട്ടും വീണ്ടും കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാം ചെയിൻ, അതായത് ടൈമിങ് ചെയിൻ എന്ന് പറയുന്ന യൂണിറ്റിന് ആ പറഞ്ഞ പാർട്ടിന് തേമാനം വെച്ചിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. അത് വലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എൻജിൻ ഹെഡ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തേക്കൂടെ അഴിച്ച് അതും കൂടി മാറ്റി ഇടാം. അതായത് എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറിപ്പോകുള്ളൂ കേട്ടോ. ആ ചെയിനും അതിൻ്റെ പാഡ് സെറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം ഓക്കെ ആയി പോകുള്ളൂ. പിന്നെ അതേപോലെ നമ്മളെ കൂട്ടത്തേക്കൂടെ എൻജിൻ ഓയിൽ മാറി വിടുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ പ്ലഗിനകത്ത് നോക്കുമ്പോഴും അത്യാവശ്യം കാർബൺ കണ്ടൻറ്റ് ഉള്ളത് കറുത്ത രീതിയിലാണ് ശരിക്കും വരിക. അതായത് ശരിക്കും പ്ലഗിൽ കറുപ്പ് സാധാരണ രീതിയിൽ കൂടുതലായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ പെട്രോൾ കൺസംഷൻ കൂടുതലായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് വിലയിരുത്താനായിട്ട് പറ്റും. കാരണം വെച്ചാൽ ഈ ഫയറിങ് നടക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വണ്ടി നോസിലിൻ്റെ ഈ ഭാഗത്ത് ഈ വന്ന ഭാഗത്താണ്, അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ പിടിച്ചോളാനിരിക്കുന്നത്. അപ്പോൾ നല്ല ബേണിംഗ് ആണ്, നല്ല രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ പെട്രോൾ കത്തുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഒരു ഗോൾഡൻ ഷേപ്പിലിരിക്കും. അതായത് ഒരു ഗ്യാസ് ബർണറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് റെഡ് ഷേപ്പിലാണ് സാധാരണ രീതിയിലിരിക്കുക. പിന്നെ ഉള്ളത് കറുത്ത രീതിയിൽ വന്നതെന്ന് പറഞ്ഞാൽ പെട്രോൾ കൺസംഷൻ, പെട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും ആ കത്തണയിൽ. അപ്പോൾ അതുകൊണ്ടും പ്രശ്നം വരും. ഈ കംപ്രഷൻ ലീക്കേജ് വരുമ്പോഴും ഈ കാർബണിൻ്റെ പ്രശ്നം ഈ കറുത്ത രീതിയിൽ വരും. പിന്നെ അതേപോലെ പിന്നെ വന്നത് വൈറ്റ് കളറിൽ വരാം. വൈറ്റ് കളർ വരുമ്പോൾ പെട്രോൾ വളരെ കുറവും എയർ കൂടുതലായിട്ട് ഇരിക്കുമ്പോഴാണ് ആ പ്രോബ്ലം വരിക. അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറേ നേരത്തേക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന വർക്കുകൾ മാക്സിമം നമുക്ക് ചെയ്യാം. അതിനകത്ത് എയർ ചെക്കിങ് തുടങ്ങിയിട്ട് വണ്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും മെക്കാനിക്കൽ പരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അതിനുശേഷം കൃത്യമായിട്ട് ട്യൂണിങ്ങിൽ നിർത്താം. എന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കാം. തീരെ മൈലേജ് വീണ്ടും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ആ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം, ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വരാം. ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഇവിടെ പറഞ്ഞ ഈ 3 ലൈൻ ഈ പാഡും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് ലൈനോട് ചേർന്ന് പോയി. ഇവിടെയും ആ ലൈനൊക്കെ ഇവിടെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണ് ശരിക്കും ആ വരുന്നത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് മാറ്റിയിട്ട് തന്നെ വേണം കേട്ടോ. പിന്നെ അതേപോലെ ബ്രാക്കറ്റ്, കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ റബ്ബർ ബൂട്ട് കാര്യങ്ങളൊക്കെ മാറ്റണം. ഇതൊക്കെയാണ് മെയിനായിട്ട് വരാം. അപ്പോൾ ചെയിൻ്റെ കേസ് ഈ പറഞ്ഞ രീതിയുടെ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ, ഇനി അതല്ലെങ്കിൽ മാറ്റിയിടണമെന്നുള്ള ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാതിരിക്കുക. ക്ലിയറായിട്ട് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് തന്നെ മാറ്റിയിടാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്നനുസരിച്ച് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് വിളിക്കുക.
അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. അത് നോക്കിയിട്ട് പറയാം. ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം, അടുത്ത സർവീസിലേക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.